പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹവും വാത്സല്യവുമുള്ള ദൈവമക്കളെ, ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവുമായ മെസ്സിഹാ തമ്പുരാൻ്റെ പാദപീഠത്തിൽ ചേർന്ന് വന്ന് മാധുര്യമേറിയ തിരുവചനങ്ങളെ പങ്കിട്ടെടുക്കുവാൻ നമുക്ക് ഭാഗ്യം തന്ന കർത്താവിനെ സ്തോത്രം ചെയ്യാം. നമ്മെ സന്ദർശിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിക്കാം. നമ്മൾ ഈ നാളുകളിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടല്ലോ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിവിധങ്ങളായ പ്രത്യേകതകളെക്കുറിച്ച് കാര്യകാരണസഹിതം ദൈവാത്മാവ് നമ്മളോട് ചർച്ച ചെയ്യുകയായിരുന്നു. ഇന്ന് ഒരു ചിന്ത കൂടെ പങ്കിട്ട് ഈ പരമ്പരയ്ക്ക് വിരാമം കുറിക്കണമെന്ന് വിചാരിക്കുകയാണ്. അതിങ്ങനെ പറഞ്ഞു വയ്ക്കുകയാണ്, ക്രിസ്തീയ ജീവിതം അത് പങ്കുവയ്ക്കലിൻ്റെ ജീവിതമാണ്. അത് പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതാണ്. അത് പങ്കുവയ്ക്കലിൻ്റെ ജീവിതമാണ് എന്ന് വെച്ചാൽ അത് സ്വാർത്ഥതയുടെ ജീവിതമല്ല, അഹന്തയുടെ ജീവിതമല്ല. അത് ശരിക്കും ഷെയറിങ്ങിൻ്റെ, പങ്കുവയ്ക്കലിൻ്റെ ജീവിതമാണ്. ഇന്ന് ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ഒരുപാട് ആളുകളും തികഞ്ഞ സ്വാർത്ഥരും കൂടുതൽ ലാഭമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരുമാണ്. എന്നാൽ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കുന്നവർ എപ്പോഴും ഷെയറിങ് ജീവിതത്തിൽ വലിയ പ്രാധാന്യത്തോടെ ചെയ്യുന്നവരാണ്. നമുക്ക് എന്തുണ്ടെങ്കിലും അത് പങ്കുവയ്ക്കാനുള്ള മനസ്സാണ് ദൈവമക്കൾക്ക് വേണ്ടത്. ദൈവം നമുക്ക് തന്ന സാധ്യതകളാണ് നമുക്കുള്ളത് എന്ന് പറയുമ്പോൾ, ഒന്നുമില്ലാതിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. അത്യാവശ്യത്തിനുള്ളത് മാത്രമുള്ള ഒരു കാലം നമുക്ക് ഒരുപക്ഷെ ഉണ്ടായിരുന്നു. ആവശ്യത്തിൽ എത്രയോ മടങ്ങ് അധികമുള്ള ഒരു കാലം നമ്മുടെ ജീവിതത്തിൽ വന്നു. ഒന്നുമില്ലാത്ത കാലത്ത് നമ്മൾ പറഞ്ഞു, എനിക്ക് ഒന്നുമില്ല, ഞാൻ മഹാകഷ്ടത്തിലാണ്. ആവശ്യത്തിനുള്ള സംഗതികളൊക്കെ നമുക്ക് ലഭിച്ച കാലത്ത് നമ്മൾ പറഞ്ഞു, എനിക്കിപ്പോഴും കാര്യമായിട്ടൊന്നുമില്ല, ഞാൻ കഷ്ടത്തിലാണ്. ആവശ്യത്തിലധികമുള്ള സംഗതികൾ നമ്മുടെ ജീവിതത്തിൽ ഉള്ളപ്പോഴും നമ്മൾ പറയുന്നത് ഇതേ പല്ലവിയാണ്, കഷ്ടപ്പാടാണ്, ഒന്നുമില്ല കയ്യിൽ, വലിയ പ്രയാസത്തിലാണ്, വലിയ ബുദ്ധിമുട്ടിലാണ്. പ്രിയപ്പെട്ടവരെ, മുമ്പ് ഒരിക്കൽ പറഞ്ഞ മനോഹരമായ ഒരു ഉപമ ഇവിടെ ചേർത്ത് വയ്ക്കാമെന്ന് എനിക്ക് തോന്നുന്നു. മഹാസമ്പന്നനായൊരു മനുഷ്യൻ, അയാളുടെ കയ്യിൽ കോടികളുടെ സ്വത്തുണ്ട്, എപ്പോഴും അയാളുടെ കയ്യിൽ ഒരുപാട് ക്യാഷ് ഉണ്ടാവും. പക്ഷേ ഇയാൾ ആരെ കണ്ടാലും അവരോട് സങ്കടപ്പെട്ട് പറയും, ഒരു 50 രൂപ തരാമോ, അല്ലെങ്കിൽ ഒരു 1000 രൂപ തരാമോ, ഒരു അത്യാവശ്യ കാര്യത്തിനാണ്, ഒറ്റ പൈസ കയ്യിലില്ലാത്തതുകൊണ്ടാണ്, ഞാൻ അടുത്ത ആഴ്ച അങ്ങോട്ട് തിരിച്ചു തരാം. പക്ഷേ ഇയാളിങ്ങനെ ആളുകളോട് ഇരുന്ന് താണ് കേണ് ഒറ്റ പൈസ കയ്യിലില്ല എന്ന് പറഞ്ഞ് പൈസ ചോദിക്കുന്നത് മറ്റുള്ളവരെ സംബന്ധിച്ച് വളരെ ആക്ഷേപമായി തോന്നാവുന്നൊരു കാര്യമാണ്. കാരണം ഇയാളൊരു കോടീശ്വരനാണെന്നും മഹാസമ്പന്നനാണെന്നും ആളുകൾക്കറിയാം. ഇയാൾക്ക് മാസം തോറും ലക്ഷോപലക്ഷങ്ങളുടെ വരുമാനമുള്ള ആളാണ്. വലിയ കൃഷിയിടങ്ങളും ഒരുപാട് വരുമാന സ്രോതസ്സുകളും ഒക്കെ ഉള്ള ആളാണ്. പക്ഷേ ഇയാൾ ആരെ കണ്ടാലും ഇങ്ങനെ ഇരക്കും. സ്വാഭാവികമായും ഒരു ദിവസം ചോദിച്ചു, എന്താ താങ്കൾ ഇങ്ങനെ ചെയ്യുന്നത്? ഇത് മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ അപമാനം തോന്നാവുന്നൊരു കാര്യമല്ലേ? നിങ്ങൾ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇങ്ങനെ നിങ്ങൾ മറ്റുള്ളവരോട് ഇരുന്നാൽ നിങ്ങളുടെ മക്കൾക്കും കുടുംബത്തിനുമൊക്കെ അത് നാണക്കേടാകില്ലേ? അപ്പോഴാ മനുഷ്യൻ്റെ യുക്തിപൂർവ്വമുള്ള മറുപടി കേൾക്കണം. അത് എന്തിനാണെന്നറിയാമോ? എൻ്റെ കയ്യിൽ കാശില്ലാത്തതുകൊണ്ടല്ല, കാശിന് പഞ്ഞുള്ളതുകൊണ്ടുമല്ല, എൻ്റെ കയ്യിൽ കാശുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ സ്വാഭാവികമായും എൻ്റെ കയ്യിൽ കാശുണ്ടെന്നറിയാവുന്ന ആളുകൾ എന്നോട് ചോദിക്കും, ഇത്ര ഒരു 100 രൂപ അല്ലെങ്കിൽ 500 രൂപ, ഒരു 1000 രൂപ തന്ന് സഹായിക്കാമോ? ഞാൻ ഇന്ന ദിവസം അങ്ങോട്ട് തരാം. സ്വാഭാവികമായി ഞാൻ അവർക്ക് കൊടുക്കേണ്ടി വരില്ലേ? കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ തിരിച്ചു തരുമെന്ന് എന്താ ഉറപ്പ്? എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് അവർ വിചാരിച്ചാലോ? മാത്രമല്ല, ചോദിക്കാൻ വരും എല്ലാവരും, തിരിച്ചു തരാൻ ആരും വരില്ല. തിരിച്ചു കിട്ടണമെങ്കിൽ ചോദിച്ചുകൊണ്ട് അവൻ്റെ പുറകെ നടക്കണം. ഇതൊരു പൊതുപ്രതിഭാസമാണ്, പ്രത്യേകിച്ച് മലയാളിക്കുള്ള ഒരു തനി നിറമാണ്. വാങ്ങാൻ ഭയങ്കര മിടുക്കാണ്, കൊടുക്കുന്ന കാര്യത്തിൽ ഒരു താല്പര്യവുമില്ല. അത് ബാങ്കിൽ നിന്ന് വാങ്ങുന്ന കാര്യത്തിലും കൈവായ്പ വാങ്ങുന്ന കാര്യത്തിലും ഒക്കെ നമ്മുടെ ആളുകൾ ബഹുമിടുക്കരാണ്. എല്ലാവരെക്കുറിച്ചും അല്ല കേട്ടോ. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പൊതുവാണെന്ന് വിചാരിക്കരുത്. അപൂർവം നല്ല മനുഷ്യരൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. ഞാനതിൽ പെടുന്നില്ല എന്ന് തന്നെ കൂട്ടിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയേണ്ട ഒരു വലിയ കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ, ഈ മനുഷ്യൻ പറയുന്നത്, ഈ ആളുകൾ വന്ന് ചോദിക്കുമ്പോൾ ഞാൻ കൊടുക്കണ്ടേ? കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടാണ്, തരണ്ടാന്നായിരിക്കും അവരുടെ വിചാരം. വാങ്ങാൻ പിന്നെ ഞാൻ അവരുടെ പുറകെ നടക്കണം. ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാനുള്ള ഒരു നല്ല മാർഗ്ഗമാണ്, ആർക്കും ഒന്നും കൊടുക്കാതെ രക്ഷപ്പെടാനുള്ളൊരു നല്ല മാർഗ്ഗമാണ് ഇങ്ങോട്ട് ചോദിക്കുക. കാണുമ്പോൾ തന്നെ ഇരന്നാൽ പിന്നെ എന്നോടാരും അങ്ങോട്ട് കാശ് ചോദിക്കില്ലല്ലോ. ഇപ്പോൾ ഈ നാട്ടിൽ എല്ലാ മനുഷ്യർക്കും ഞാൻ 50 രൂപ, 100 രൂപ, 200 രൂപ, 500 രൂപ, 1000 രൂപ കൊടുക്കാനുണ്ട്.
അത് കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേ ആഴ്ച ഞാൻ വീണ്ടും വാങ്ങും അവരോട്. എന്നുവെച്ചാൽ അവരെന്നോട് ചോദിക്കരുത്. ഷെയർ ചെയ്യാൻ ഒരു മനസ്സുമില്ലാത്ത ഒരു മനുഷ്യൻ തന്ത്രപരമായി അയാളുടെ കാര്യങ്ങൾ ക്രമപ്പെടുത്തുന്നതാണ് ഈ ഉദാഹരണം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് ഒരു കെട്ടുകഥ പറഞ്ഞൊന്നുമല്ല. അങ്ങനത്തെ ഒരു മനുഷ്യനെ നേരിട്ട് പരിചയമുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരുപാട് മനുഷ്യരെ നിങ്ങൾക്കും പരിചയം കാണും. ഒരുപക്ഷെ അങ്ങനത്തെ മനുഷ്യരായിരിക്കാം ഇത് കേൾക്കുന്ന ചിലരെങ്കിലും എന്നുകൂടെ പറയാതിരിക്കാൻ പറ്റില്ല. ഷെയർ ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ളതിലധികം എന്തുണ്ടെങ്കിലും അത് പങ്കിടപ്പെടാൻ വേണ്ടി ദൈവം ഏൽപ്പിച്ചു തന്നതാണ്. നമ്മളത് എങ്ങനെ വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുമെന്നാണ് ദൈവം വിലയിരുത്തി നോക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ക്വാളിറ്റി വെളിപ്പെട്ട് വരേണ്ടത്. ഈ നാളുകളിൽ ഇത് പല ആളുകൾക്കും ബോധ്യപ്പെടുന്നില്ല. ഇതങ്ങനെ ബോധ്യപ്പെട്ട കുറേ ആളുകളെ കഴിഞ്ഞ നാളിൽ എനിക്ക് നേരിട്ട് കാണുവാൻ ഇട വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ അങ്ങനെ ബോധ്യപ്പെട്ട കുറേ ആളുകളെ എനിക്ക് നേരിട്ട് കാണുവാൻ ഇട വന്നിട്ടുണ്ട്. ദൈവവചനം അവരുടെ ഹൃദയത്തിൽ തട്ടിയപ്പോൾ അവരിങ്ങനെ വിചാരിച്ചു, ദൈവം എത്ര മനോഹരമായിട്ടാണ് ഞങ്ങളെ നടത്തുന്നത്, എത്ര അനുഗ്രഹകരമായിട്ട് ഞങ്ങളെ പരിപാലിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അതിന് തക്കവണ്ണം ദൈവസന്നിധിയിൽ നന്ദി കാണിക്കേണ്ടവരല്ലേ. ഈ സന്ദേശം ഇങ്ങനെ കേട്ടിട്ട് ഒരിക്കൽ ഒരു കുടുംബം പറഞ്ഞു, ഞങ്ങൾക്ക് 3 പെൺകുഞ്ഞുങ്ങളാണ്. ഈ സന്ദേശം ഇങ്ങനെ കേൾക്കുമ്പോൾ കിടക്കാൻ വീടില്ലാത്ത പലരും ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഒരു പാവപ്പെട്ട കുടുംബത്തിന് ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ ഞങ്ങളെ കൊണ്ടിപ്പോൾ കഴിയും. 5, 6, 7 ലക്ഷം രൂപ മുടക്കാൻ ഞങ്ങൾക്ക് നിസ്സാരമാണ്. ഞങ്ങളുടെ മക്കളെ നല്ല നിലയിൽ ദൈവം പരിപാലിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്, 2 പേർക്കും ജോലിയുണ്ട്, നല്ല വരുമാനമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കത് ചെയ്യാൻ ഇപ്പോൾ കഴിയും. അപ്പോൾ ദൈവം ഞങ്ങൾക്ക് തന്നതിൻ്റെ ദശാംശം മാറ്റി വെച്ചാൽ പോലും അതിലധികം കാണും. ഒരു വർഷത്തെ കണക്കെടുത്താൽ അതിലധികം കാണും. ഞങ്ങളത് ചെയ്യാൻ മനസ്സുള്ളവരാണ്. ദൈവമക്കളെ, അതൊരു വലിയ ഭാഗ്യമായി. അങ്ങനെ ഒരു കുടുംബം, ഒരു പാവപ്പെട്ട വീട്ടുകാർക്ക് ഒരു നിവൃത്തിയുമില്ലാത്ത ഒരു സാധുവിന് ഒരു വീട് പണിത് കൊടുക്കാനായിട്ട് പങ്കിട്ടു എന്ന് പറയുമ്പോൾ അത് ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷിയാകാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട വലിയ ഒരു കാര്യം, അവർ ഷെയറിങ് എന്ന് പറയുന്ന ഒരു ക്രിസ്തീയ മൂല്യം അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചു, അത് പങ്കിട്ടു, അത് സാക്ഷിച്ചു എന്നുള്ളതാണ്. ഇനി ചില ആളുകളെ സംബന്ധിച്ച് അവർക്ക് എത്ര കിട്ടിയാലും അവർ വാങ്ങും, പക്ഷേ അവർക്ക് എത്ര ഉണ്ടെങ്കിലും ആർക്കും കൊടുക്കില്ല. ഇല്ലായ്മയുടെ കാലത്ത് ഒരുപാട് വാങ്ങിയ പലരും സമൃദ്ധിയുടെ കാലത്ത് കൊടുക്കാൻ മറന്നുപോയവരാണ്. പഠനം ഉപേക്ഷിക്കുകയാണ്, തുടർന്ന് പഠിക്കാൻ എനിക്ക് ഒരു നിവൃത്തിയുമില്ലെന്ന് 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയിരുന്ന ഒരു കുഞ്ഞ് പറഞ്ഞാൽ, പഠിക്കാൻ ഒരുപാട് കഴിവുള്ള ഏതാണ്ട് 85-90% മാർക്ക് സ്കോർ ചെയ്യുന്ന ഒരു കുട്ടി പഠിക്കാൻ നിവൃത്തിയില്ല, പഠിപ്പിക്കാൻ അമ്മയ്ക്ക് നിവൃത്തിയില്ല, അതുകൊണ്ട് എൻ്റെ വിദ്യാഭ്യാസം ഞാനിവിടെ വെച്ച് ഉപേക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും? ആ കുഞ്ഞിൻ്റെ ഭാവി ഇരുളിലായിപ്പോൾ. സ്വാഭാവികമായും ആ കുഞ്ഞിനെ പഠിപ്പിക്കാൻ ഒരാൾ തയ്യാറായി. ആ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസം ഏറ്റെടുത്തു. പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ പറഞ്ഞു, നീ നല്ല നിലയിൽ പാസ്സായാൽ നീ പറയുന്ന കോഴ്സിന് പഠിപ്പിക്കും. ആ കുഞ്ഞ് നല്ല നിലയിൽ പാസ്സായിട്ട് ആ ഓഫർ ആവശ്യപ്പെട്ടു. ആ കുഞ്ഞിനെ നല്ല ഹയർ എഡ്യൂക്കേഷന് വിട്ടു. ഹയർ എഡ്യൂക്കേഷന് പോയി ആ കുഞ്ഞ് അവിടെ ബിരുദമൊക്കെ നേടി. അത് കഴിഞ്ഞ് ചെറിയ ജോലി സമ്പാദിച്ചു. അങ്ങനെ ഈ മുന്നോട്ട് പോകാനായിട്ട് ഒരുപാട് പരിമിതി ഉണ്ടെങ്കിലും ആ കുഞ്ഞു ജോലിയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് വിവാഹാലോചന വന്നു. വിവാഹം നടത്താൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് വിവാഹവേളയിലും സഹായങ്ങൾ നൽകി. പ്രിയപ്പെട്ടവർ, ഇതെല്ലാം കഴിഞ്ഞ് ആ കുഞ്ഞിന് സുരക്ഷിതമായൊരു ജോലി കിട്ടി. ഭർത്താവിന് നല്ല സുരക്ഷിതമായ ജോലി കിട്ടി. സാമ്പത്തികമായി തരക്കേടില്ലാത്തൊരു ഭദ്രതയിലെത്തിയപ്പോൾ ആ കുഞ്ഞ് പൂർവ്വകാലം ഓർത്തു. ആ കുഞ്ഞ് തന്നെ സഹായിച്ച ആളോട് പറഞ്ഞു, എനിക്ക് ഇപ്പോൾ വരുമാനമുണ്ട്, എനിക്ക് ലഭിച്ചതുപോലെ മറ്റൊരാൾക്ക് കരുതൽ ലഭിക്കണം. അതുകൊണ്ട് എൻ്റെ വരുമാനത്തിൽ നിന്ന് ഒരു പങ്ക് ഞാൻ മാറ്റിവെക്കുകയാണ്. സ്വാഭാവികമായും അർഹതപ്പെട്ട ഒരാളിലെ ഒരു കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസത്തിന് അതൊന്ന് പങ്കിടാനായിട്ട് എന്നെ സഹായിക്കണം എന്ന് ഒരു കുട്ടി പറയുമ്പോൾ സ്വാഭാവികമായും തനിക്ക് ലഭിച്ച ആ പങ്കിടൽ തൻ്റെ ജീവിതത്തെ സുരക്ഷിതമാക്കിയപ്പോൾ ഇതുപോലെ പങ്കിട്ട് മറ്റുള്ളവരുടെ ജീവിതം സുരക്ഷിതമാക്കാൻ തീരുമാനിച്ച, സമർപ്പിച്ച ആ സമർപ്പണം എത്ര വലുതാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ പല ആളുകളും നേരെ തിരിച്ചാണ്. മറ്റുള്ള ഒരുപാട് പേരുടെ സഹായത്തോടെ, സഹകരണത്തോടെ പഠിച്ച് വളർന്ന് വലുതായി വിദേശങ്ങളിലൊക്കെ എത്തി ലക്ഷങ്ങളും കോടികളുമൊക്കെ കൊയ്തു കൂട്ടിയിട്ട് 5 പൈസ ആർക്കും കൊടുക്കാതെ
ഇതെല്ലാം എനിക്ക് അർഹതപ്പെട്ടതാണ് എന്ന് നനച്ച് എല്ലാം സ്വരുക്കൂട്ടി വെച്ച് ആർഭാട ജീവിതം നയിക്കുന്ന ചില ആളുകളെയും കഴിഞ്ഞ നാളിൽ കാണുവാനൊക്കെ ഇടവന്നിട്ടുണ്ട്. ഇതെന്തിനാണ് ഇങ്ങനെ വ്യക്തമായി പറയുന്നത് എന്ന് ചോദിച്ചാൽ മനുഷ്യരുടെ കണ്ണ് തുറക്കണം. ക്രിസ്തീയ ജീവിതം അത് ഷെയറിങ്ങിൻ്റെ ജീവിതമാണ്. നമുക്ക് ദൈവം തന്ന എല്ലാ സാധ്യതകളും നാം പങ്കിടുന്നവരായിട്ട് മാറണം. പ്രിയപ്പെട്ടവരെ, ഒരു സാമാന്യ വരുമാനമുള്ള കുടുംബം സമർപ്പണത്തോടെ ആ കുടുംബത്തിൻ്റെ സാമാന്യ വരുമാനത്തിൽ നിന്ന് നിശ്ചിത ശതമാനം വേർതിരിച്ചു വെച്ച ഒറ്റയ്ക്ക് 6 വർഷം കൊണ്ട് ആവറേജ് 6 ലക്ഷം രൂപ ബഡ്ജറ്റുള്ള 6 വീടുകൾ പണി തീർത്ത് കൊടുത്തു 6 വിധവമാർക്ക് എന്നത് അത്ഭുതാവഹമായ ഒരു കാര്യമാണ്. കൺമുമ്പിൽ നേരിട്ട് നോക്കിക്കണ്ട ഒരു വ്യക്തി എന്ന നിലയിലാണ് ഇത് സാക്ഷ്യപ്പെടുത്തുന്നത്. ഷെയറിങ്ങിൻ്റെ അത്ഭുതകരമായ ഒരു മേഖലയാണത്. എന്നാൽ കോടികൾ നീക്കിയിരിപ്പുള്ള പലരും പത്രത്തിൽ പരസ്യം കൊടുത്തോ അല്ലെങ്കിൽ വലിയ നോട്ടീസ് അടിച്ച് പബ്ലിഷ് ചെയ്തോ മീഡിയകളെ വിളിച്ചു വരുത്തിയോ 500 രൂപയുടെയോ 1000 രൂപയുടെയോ കിറ്റ് കൊടുത്തിട്ട് അത് കൊട്ടിഘോഷിക്കുമ്പോൾ ഈ 6 വീടുകൾ ആവറേജ് 6 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഓരോ വീടും പണിത് താക്കോൽ കൊടുക്കുമ്പോൾ ഇരുചെവി അറിയാതെ കർത്താവ് വചനത്തിൽ പറഞ്ഞതുപോലെ നിൻ്റെ വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയരുത് എന്ന ആ വലിയ സാക്ഷ്യം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് അന്ന് ആ വീട്ടിൽ ഉണ്ടായിരുന്ന വീട്ടുകാരും അവരുമായി ബന്ധപ്പെട്ടവരും മാത്രം സാക്ഷി നിൽക്കെ താക്കോലുകൾ കൊടുക്കുകയും ഒരു മീഡിയയിലും അത് പബ്ലിഷ് ചെയ്യാതെ ആ ഫോട്ടോകളെല്ലാം സ്വന്തം ആൽബത്തിൽ സൂക്ഷിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകളുടെ ഭക്തിയും വിനയവുമൊക്കെ അടുത്തു നിന്ന് കണ്ട് ഞാൻ അമ്പരന്ന് പോയിട്ടുണ്ട്. ദൈവമക്കളെ, ഷെയറിങ്ങിൻ്റെ യഥാർത്ഥമായ കാഴ്ചപ്പാട് അതാണ്. ഇപ്പോൾ ഓൺലൈനിൽ പഠനം തുടങ്ങിയപ്പോൾ കുട്ടികൾക്ക് TV, സ്മാർട്ട് ഫോണ് ഇതൊക്കെ ഇല്ലാത്ത ഒത്തിരി കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അവർക്ക് ഇത് വാങ്ങിച്ചു കൊടുക്കുന്നത് വലിയ പുണ്യം തന്നെയാണ്, അതൊരു ഷെയറിങ് തന്നെയാണ്. പക്ഷേ ഈ നാളുകളിൽ പലരും അത് കൊടുക്കുന്നത് എന്തിനാണെന്നറിയാമോ? കുഞ്ഞുങ്ങൾ പഠിക്കണമെന്ന താല്പര്യം കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള സാധ്യത ഉണ്ടാകണമെന്ന മനസ്സുകൊണ്ടോ ഇത് ഷെയർ ചെയ്യാനുള്ള മനസ്സുള്ളതുകൊണ്ടോ ഒന്നുമല്ല. അതിൻ്റെ പേരിൽ ഒരു ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുക്കുക, അതിൻ്റെ പേരിൽ മീഡിയകളിൽ പബ്ലിഷ് ചെയ്യുക, അതിൻ്റെ പേരിൽ അവർ ചാരിറ്റി ചെയ്യുന്നവരാണെന്നോ അവർ വലിയ നിലയിലൊക്കെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണെന്നോ ലോകത്തെ അറിയിക്കുവാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമായി ഒരു ചെറിയ TVയോ ഒരു സ്മാർട്ട് ഫോണോ ഒക്കെ സംഭാവന ചെയ്തിട്ട് അത് വലിയ വാർത്തയാക്കി തീർക്കുന്ന മീഡിയകളിലൂടെയൊക്കെ പറയുന്ന ആളുകൾ, സത്യത്തിൽ ഇവിടെ ഒരു വലിയ അപജയമുണ്ട് പ്രിയപ്പെട്ടവർ. എന്താണെന്നറിയാമോ? ഈ ദാനം ചെയ്യുന്നയാളവിടെ വാഴ്ത്തപ്പെടുന്നുണ്ട്, പക്ഷേ ദാനം സ്വീകരിക്കുന്നയാളവിടെ ഇകഴ്ത്തപ്പെടുകയും മാനസികമായി തകർക്കപ്പെടുകയും അടിച്ച് തകർക്കപ്പെടുകയും എന്താ പറയുക, അവരുടെ ജീവിതം വലിയ അപമാനത്തിലാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഇതാരും കാണുന്നില്ല. കൊടുക്കുന്നവരവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, വാങ്ങുന്നവരെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ടാണ് കർത്താവ് വ്യക്തമായി പറഞ്ഞത്, നിൻ്റെ വലം കൈ ചെയ്യുന്നത് നിൻ്റെ ഇടം കൈ അറിയരുത്, ഇടം കൈ പോലും അറിയരുത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമ്മളിപ്പോൾ വിവാഹ സഹായം കൊടുത്തു, അത് മീഡിയകളിലൂടെ, പത്രങ്ങളിലൂടെ, മാസികകളിലൂടെ അങ്ങ് അവരുടെ പടം സഹിതം അല്ലെങ്കിൽ ക്ലിപ്പിങ്ങിൽ ചെറിയ വീഡിയോ സഹിതം പബ്ലിഷ് ചെയ്യുകയാണ്. ദൈവമക്കളെ, എന്ത് അപമാനകരമായൊരു കാര്യമാണ്. അവിടെ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ അത് സ്വീകരിച്ചവരെ അപമാനിക്കുന്നു, അവരെ ഇതിനെ പ്രാപ്തരാക്കിയ ദൈവത്തെ അപമാനിക്കുന്നു. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ മുറിവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മുറിവുകൾ ഉണ്ടാകുമെന്ന് നനച്ച് പറയാതിരിക്കാനാകില്ലല്ലോ. ദൈവം വ്യക്തമായി പറയാൻ കൽപ്പിക്കുന്ന കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറഞ്ഞില്ലെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ട സമയത്ത് എന്ത് പറയും ദൈവത്തോട്? അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള തിരുത്തലുകൾ പറയുന്നത്. നമ്മൾ ദൈവമക്കളെ പങ്കിടാൻ മനസ്സുള്ളവരാകണം, പക്ഷേ അത് പബ്ലിഷ് ചെയ്യാൻ മനസ്സുള്ളവരാകരുത്. പബ്ലിസിറ്റി അല്ല നമ്മുടെ അടിസ്ഥാനപരമായ ലക്ഷ്യമാകേണ്ടത്, മറിച്ച് അത് ചെയ്യുന്ന പുണ്യമാണ്. അത് ദൈവനാമത്തിലാകണം. ദൈവനാമത്തിൽ ചെയ്യുന്നവരാരും പബ്ലിസിറ്റി ആഗ്രഹിക്കില്ല, സ്വന്തം നാമത്തിൽ ചെയ്യുന്നവരാണ് പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നത്. ദൈവനാമത്തിലാണ് നമ്മളിതൊക്കെ ചെയ്യേണ്ടത്. അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഉള്ളവൻ ഇല്ലാത്തവനുമായി പങ്കിടണം, അത് പങ്കിടുക തന്നെ വേണം. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 17 വരെ വചനങ്ങളിൽ യാക്കോബ് ശ്ലീഹ അത് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട്. നിങ്ങൾക്കുള്ളത് ഇല്ലാത്തവരുമായി നിങ്ങൾ പങ്കിടണം എന്ന്. ഈ ഷെയറിങ്ങിൻ്റെ ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ ഇല്ലാത്തവർ ഉള്ളവരോടൊപ്പം എത്തിയില്ലെങ്കിലും അഷ്ടിക്ക് മുട്ടില്ലാത്തവരായിത്തീരും. പ്രിയപ്പെട്ടവരെ, നിർധനയായ വിധവയുടെ മകൾ വിവാഹം നടക്കാതെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അവൾക്ക് വേണ്ടി എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചാലും അവളുടെ കാര്യത്തിന് തീരുമാനമുണ്ടാകില്ല. വിധവയായ സ്ത്രീയുടെ
ഏകാകിനിയായ മകൾ വിവാഹിതയാകണമെങ്കിൽ ഈ പ്രാർത്ഥിക്കുന്നവർ അല്പനേരം ആ പ്രാർത്ഥന നിർത്തിവെച്ചിട്ട് പ്രവർത്തിക്കാൻ തയ്യാറാകണം. അങ്ങനെ പങ്കിടുമ്പോഴാണ് ആ പെൺകുട്ടിയുടെ വിവാഹം നടക്കുന്നത്. അവൾ പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ഇടവക സമൂഹം, അവൾ പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മ സമൂഹം, അവളും അമ്മയും പ്രാർത്ഥനയ്ക്ക് വരുന്ന ആത്മീയ കൂട്ടം അവൾക്ക് വേണ്ടി ജാഗരിക്കണം. എന്നാൽ ഈ കാലഘട്ടത്തിൽ വലിയ പ്രയാസമാണ്. ഈ ഒരുപാട് പേർക്ക് ഈ ദാനം സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്താണെന്ന് വെച്ചാൽ അത് അങ്ങനെ തന്നെ പബ്ലിഷ് ചെയ്ത് പല സ്ഥലത്തും അനൗൺസ് ചെയ്ത് അപമാനിക്കും. അപ്പോൾ ആളുകൾ പിന്നെ കാണുമ്പോൾ ഞങ്ങളുടെ കാശ് കൊണ്ടാണ് നീ കല്യാണം നടന്ന് ഇപ്പോൾ സുഖമായിട്ട് ജീവിക്കുന്നത്, ഞാൻ അന്ന് ഒരുപാടങ്ങ് സഹായിച്ചായിരുന്നു, ഓർമ്മയുണ്ടോ എന്നൊക്കെ ഒരു വക അവജ്ഞയോടെ ചോദിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആശ്രിതത്വം പ്രതീക്ഷിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അപമാനം താങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് പലരും അർഹതപ്പെട്ട ഈ പങ്കിടൽ സ്വീകരിക്കാതെ പോകുന്നത്. അതുകൊണ്ട് കൂടെയാണ് പറയുന്നത്, ദയവ് ചെയ്ത് നിങ്ങൾ പങ്കിടുന്നത് ആവശ്യമാണ്, പങ്കിടുന്നുവെങ്കിൽ അത് പബ്ലിഷ് ചെയ്യരുത് എന്ന്. ആത്മീയ പ്രസ്ഥാനങ്ങൾ ഭൂരിപക്ഷവും പരാജയപ്പെട്ടു പോകുന്നത് ഈ ഒരു മേഖലയിലാണ് പ്രിയപ്പെട്ടവരെ. സത്യമായിട്ടും ഈ ഒരു മേഖലയില്ല. അവരത് വലിയ അഭിമാനത്തോടെയാണ് ചെയ്യുന്നത്. ഇത്ര പേർക്ക് സൈക്കിൾ കൊടുത്തു, ഇത്ര പേർക്ക് അരി കൊടുത്തു, ഇത്ര പേർക്ക് വിവാഹം നടത്തി കൊടുത്തു, ഇത്ര പേർക്ക് ചികിത്സാ സഹായം കൊടുത്തു, ഇത്ര പേർക്ക് വീട് പണിത് കൊടുത്തു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവർ അത് വലിയ എന്താ പറയുക, വലിയ ഒരു കൊട്ടിഘോഷിച്ച് ആനന്ദിക്കുമ്പോൾ അത് സ്വീകരിച്ച ആളുകളുടെ മനോനില ഒരിക്കലും അവർ വായിച്ചെടുക്കാറില്ല. സങ്കടം ഒരുപാട് ഉള്ളിൽ തിങ്ങുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു പ്രസ്ഥാനവും അങ്ങനെ ചെയ്യരുത്. ഒരു പൊതുസമൂഹത്തിൽ വെച്ച് ഒരു പൊതുസമ്മേളനം വിളിച്ചു കൂട്ടി 1000 പേരുടെ മുമ്പിൽ വെച്ച് ദാനമായി കൊടുത്ത വീടിൻ്റെ താക്കോൽ കൊടുക്കുന്നതൊക്കെ അപമാനകരമായ ഒരു കാര്യമാണ്. സ്വീകരിക്കുന്നയാൾ നിവൃത്തികേടുകൊണ്ട് തല കുനിച്ച് നാണം കെട്ട് വന്നാണ് അത് സ്വീകരിക്കുന്നതെന്ന് എന്തേ വായിച്ചെടുക്കാത്തത്? വിവാഹം നടക്കാൻ നിവൃത്തിയില്ലാത്ത പാവപ്പെട്ട വിധവയുടെ കുഞ്ഞിൻ്റെ വിവാഹം നടത്തി കൊടുക്കാൻ 1,00,000 രൂപ കൊടുക്കുന്നു. എന്നിട്ട് ആ പണം കൊടുക്കാൻ വേണ്ടി ഒരു സമ്മേളനം വിളിച്ചു ചേർത്ത് അല്ലെങ്കിൽ ഒരു പള്ളിയിൽ ഒരു സദസ്സ് വിളിച്ചു കൂട്ടി 8-10 പേര് പ്രസംഗിച്ച് അതിൻ്റെ മധ്യത്തിൽ ഈ അമ്മയും കുഞ്ഞും അവിടെ ഇരുന്ന് ഉരുകി അവരെ തല കുമ്പിട്ട് നിവൃത്തികൾ കൊണ്ട് നാട്ടുകാരുടെ ദാനം വാങ്ങി വിവാഹം നടക്കേണ്ടി വരിക എന്നുള്ളതായ ആ ഒരു സംഘർഷം ഓർത്ത് മനസ്സ് നീറിപ്പിടഞ്ഞ് അപമാനിതയായി വന്ന പണം വാങ്ങുന്ന ആ കുഞ്ഞിനെക്കുറിച്ച് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആരെയും അപമാനിച്ചിട്ട് ആരും ആനന്ദം കൊള്ളരുത്. അത് വളരെ മ്ലേച്ഛമായ ഒരു മാനസികാവസ്ഥയാണ്. അതിൻ്റെ പേര് ആത്മീയതയൊന്നൊന്നുമല്ല, അത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ സാക്ഷ്യവുമല്ല. പച്ചയ്ക്ക് പറയേണ്ടിയിരിക്കുന്നല്ലോ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മൾ പങ്കുവയ്ക്കലിൻ്റെ ജീവിതം നയിക്കണം. ലൂക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം 3-ാം അധ്യായത്തിൽ സ്നാപക യോഹന്നാൻ യോർദാൻ്റെ കടവിൽ പ്രസംഗിക്കുകയാണ്. സ്നാപക യോഹന്നാൻ്റെ പ്രസംഗം മാനസാന്തര പ്രസംഗമായിരുന്നു. മനസ്സ് മാറണം, നിലപാട് മാറണം, കാഴ്ചപ്പാട് മാറണം. ഇങ്ങനെ സ്നാപകൻ വളരെ ശക്തമായി ജനത്തെ താക്കീത് ചെയ്താണ് പ്രസംഗിക്കുന്നത്. സ്നാപകൻ്റെ പ്രസംഗം മുഴുവൻ ശാസന നിറഞ്ഞ പ്രസംഗമായിരുന്നു. മാത്രമല്ല വളരെ കഠിനമായ ഭാഷാപ്രയോഗങ്ങളായിരുന്നു. ഒരു ദയയുമില്ലാതെയാണ് സ്നാപകൻ പ്രസംഗിച്ചത്. പ്രവാചകന്മാരെല്ലാം അത്തരം കാഴ്ചപ്പാടുള്ളവരായിരുന്നു. അവരൊരിക്കലും ഒരു എന്താ പറയുക, മയപ്പെട്ട വാക്കുകൾ പ്രയോഗിച്ചിട്ടില്ല. രൂക്ഷമായ ഭാഷ പ്രയോഗിച്ച്, വാളിനേക്കാൾ മൂർച്ചയുള്ള വാക്കുകൾ പ്രയോഗിച്ച് ആളുകളെ കുലുക്കി ഭയപ്പെടുത്തി തിരിക്കുന്ന ഒരു ശീലമായിരുന്നു പ്രവാചകന്മാർക്കുള്ളത്. ശരിക്കും അവർ ദൈവത്തിന് വേണ്ടി വീറോടെ, വീര്യത്തോടെ, വൈരാഗ്യത്തോടെ സംസാരിച്ചിട്ടുള്ളവരാണ്. സ്നാപകൻ്റെ ഭാഷയും അതുപോലെയൊക്കെ തന്നെയായിരുന്നല്ലോ. സർപ്പസന്തതികളെ എന്നാണ് തൻ്റെ കേൾവിക്കാരെ അദ്ദേഹം സംബോധന ചെയ്തതെന്ന് ഓർക്കുമ്പോൾ കേൾക്കുന്നവർക്ക് ഒട്ടും കേൾക്കാൻ സുഖമുണ്ടാവില്ല. ഞാൻ നിങ്ങളെ ദൈവമക്കളെ, പ്രിയപ്പെട്ടവരെ, വാത്സല്യമുള്ളവരെ എന്നൊക്കെയാണ് വിളിക്കുന്നത്. സ്നാപകൻ വിളിച്ച വിളി എത്ര കഠിനമാണ്. അതുപോലെ ഞാൻ നിങ്ങളെ വിളിച്ച് സംബോധന ചെയ്താണ് ഈ പ്രസംഗം പറയുന്നതെങ്കിൽ നിങ്ങൾ ഒരു പ്രസംഗം പോലും കേൾക്കാൻ എൻ്റെ മുമ്പിൽ ഇരുന്ന് തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സത്യത്തിൽ ആ ഒരു കാരണം കൊണ്ടാണ് യഥാർത്ഥത്തിൽ അങ്ങനെ വിളിക്കാത്തത് എന്നുകൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് വിരോധം കൂടുമോ എന്നെനിക്കറിയില്ല. പ്രിയപ്പെട്ടവരെ, എന്നാൽ സാഹചര്യം അങ്ങനെയാണ്. സ്നാപകൻ വളരെ കഠോരമായി സംസാരിക്കുകയാണ്. സ്നാപകൻ്റെ അരികിൽ വന്ന ആളുകൾ ഓരോരുത്തരും ചോദിക്കും, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഉള്ളിൽ കുറ്റബോധം തോന്നുന്നത് കൊണ്ട്, ഹൃദയത്തിൽ കുത്തുകൊള്ളുന്നത് കൊണ്ടാണ് ഈ വക ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ലൂക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. എന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പുരുഷാരം അവനോട് ചോദിച്ചു. അതിനവൻ 2 വസ്ത്രമുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണ സാധനങ്ങളുള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ എന്ന് പറഞ്ഞു.
ചുങ്കക്കാരും സ്നാനമേൽക്കുവാൻ വന്നു. ഗുരു, ഞങ്ങൾ എന്ത് ചെയ്യണം എന്നവനോട് ചോദിച്ചു. നിങ്ങളോട് കൽപ്പിച്ചതിലധികം ഒന്നും പിരിക്കരുത് എന്നവൻ പറഞ്ഞു. പടജനവും അവനോട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചതിന്, ആരെയും ബലാത്കാരം ചെയ്യാതെയും ചതിയായി ഒന്നും വാങ്ങാതെയും നിങ്ങളുടെ ശമ്പളം മതി എന്ന് വെപ്പീൻ എന്ന് പറഞ്ഞു. ഇത് ഇന്നും വളരെ ആനുകാലിക പ്രസക്തമായ പ്രബോധനമാണ്. ഇതാണ് നടപ്പിലാകേണ്ടത്. ഷെയറിങ് അത് വ്യക്തമായി പറയുകയാണ്. അതുപോലെ ചിട്ടപ്പെടുത്തപ്പെട്ട ജീവിതം, പരിമിതിക്കുള്ളിൽ ഒതുങ്ങുന്ന ആർത്തിയില്ലാത്ത ജീവിതം. ആർത്തിയാണല്ലോ മനുഷ്യനെ എല്ലാ കുഴപ്പങ്ങളിലും ചാടിക്കുന്നത്. കള്ളക്കടത്തുകാരും തട്ടിപ്പുകാരും വെട്ടിപ്പുകാരും മയക്കുമരുന്ന് കടത്തുന്നവരും അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ കൊള്ള നടത്തുന്നവരും ഒക്കെ ആർത്തി മൂത്തിട്ടാണ് ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവരൊരിക്കലും അപകടകാരികളാകില്ല. എത്ര കിട്ടിയാലും തൃപ്തി വരാത്തവരാണ് അപകടകാരികളായി മാറുന്നത്. അങ്ങനെയുള്ളവർ ഒരിക്കലും ആർക്കും ഒന്നും കൊടുക്കാനും മനസ്സ് വയ്ക്കില്ല. ഇനി അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി മീൻ പിടിക്കാനായിട്ട് ഇരയെ ചൂണ്ടയിൽ കൊളുത്തി വെള്ളത്തിലിടുന്ന ആളുടെ തന്ത്രം പോലെ അവരുടെ ബിസിനസ് വർദ്ധിപ്പിക്കാനോ അവർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനോ വേണ്ടി അവർ ചൂണ്ടയിൽ കൊത്തുന്ന മത്സ്യത്തിന് വേണ്ടി ഇര എന്നതുപോലെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചിലത് കൊടുക്കും. എന്നിട്ട് അതിന് ഭയങ്കര പബ്ലിസിറ്റിയും കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോൾ ആളുകൾ അവരൊരുപാട് പുണ്യങ്ങൾ ചെയ്യുന്നു എന്നാണ് വിലയിരുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, 1 കോടി രൂപയുടെ അഴിമതി നടത്തി സമ്പാദിച്ച ഒരാൾ അതിൽ നിന്ന് 10,000 രൂപയോ 1 ലക്ഷം രൂപയോ ഒരാൾക്ക് ദാനം ചെയ്ത് ഈ 1 കോടി രൂപയുടെ അഴിമതി മൂടി വയ്ക്കുമ്പോൾ ഈ 1 ലക്ഷം രൂപയുടെ ദാനത്തിൽ എന്ത് നീതിയാണുള്ളത്? പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ ജനത്തെ ചൂഷണം ചെയ്ത് കൊള്ളയടിച്ച് കൂട്ടുന്ന പണത്തിൽ നിന്ന് ഒരു വളരെ ചെറിയ ഒരു പങ്ക് വലിയ പബ്ലിസിറ്റി കൊടുത്തുകൊണ്ട് പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുമ്പോൾ അവർ ചെയ്ത അഴിമതി കൊള്ള അവിടെ തമസ്കരിക്കപ്പെടുകയാണ്. അവർ ചെയ്ത പുണ്യം ഹൈലൈറ്റ് ചെയ്യപ്പെടും. ഇത് വളരെ തന്ത്രപരമായ ഒരു നീക്കമാണ്. ഇന്ന് സമൂഹത്തിൽ അങ്ങനെ പല മേഖലകളിൽ നമ്മളത് കാണുന്നുണ്ട്. എന്നാൽ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം പങ്കുവയ്ക്കലിൻ്റെ ജീവിതം തന്നെയാണ്. യേശുക്രിസ്തു വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്, ഉള്ളത് പങ്കിട്ടവർ ന്യായവിധിയുടെ നാളിൽ ദൈവമുമ്പിൽ യോഗ്യതയോടെ നിൽക്കുമെന്ന്. മത്തായി എഴുതിയ രക്ഷാസുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 31 മുതൽ ഉള്ള വാക്യങ്ങളിൽ പങ്കിട്ട മനുഷ്യർക്ക് ലഭിച്ച മഹാഭാഗ്യത്തെക്കുറിച്ച് കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. ആർക്കുമൊന്നും പങ്കിടാതെ പിടിച്ചു വെച്ചവർക്ക് വന്ന വേദനകളെക്കുറിച്ചും കർത്താവ് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ലാസർ ധനവാൻ്റെ പടിപ്പുരയ്ക്കൽ കിടന്നവനും അവൻ്റെ വീട്ടിൽ നിന്നുള്ള എച്ചിൽ ഉച്ഛിഷ്ടം തിന്ന് ജീവിച്ചവനുമാണ്. ധനവാനാകട്ടെ പട്ടുവസ്ത്രം ധരിച്ച് കൊട്ടാരത്തിൽ പാർത്തവനാണ്. അയാൾ വേറെ ദോഷമൊന്നും ചെയ്തതായി വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ധനവാൻ എത്തിപ്പെട്ടത് യാതനാസ്ഥലത്തും ലാസർ എത്തിപ്പെട്ടത് പറുദീസായിൽ അബ്രഹാം പിതാവിൻ്റെ മടിയിലുമാണ്. അവർ തമ്മിൽ കൂടിക്കാണുന്നു എന്നുള്ളതും ലാസർ അനുഭവിക്കുന്ന പരമാനന്ദം ധനവാൻ അവിടെ കിടന്ന് കണ്ട് വേദനിക്കുന്നു എന്നുള്ളതും അബ്രഹാം പിതാവിനോട് നിലവിളിച്ച് അപേക്ഷിക്കുന്നു എന്നുള്ളതുമൊക്കെ നമ്മളെ വളരെ ഞെട്ടിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഷെയർ ചെയ്യാൻ അവസരം കിട്ടിയിട്ടും ഷെയർ ചെയ്യാതെ തൻ്റെ പടിപ്പുരയ്ക്കൽ കിടന്നവനെ സ്വസ്ഥമായൊരു വീട് പണിത് അവിടെ താമസിപ്പിക്കാതെ തനിക്കുണ്ടായിരുന്ന ആഡംബരത്തിൽ അദ്ദേഹം മതിച്ച് പൊളച്ച് ജീവിച്ചിട്ട് ഈ പാവപ്പെട്ടവനെ കണ്ടിട്ട് വകവയ്ക്കാൻ അദ്ദേഹത്തിന് മനസ്സില്ലാതെ വന്നതുകൊണ്ട് അദ്ദേഹം ഈ അതിവേദനയിലേക്ക് സ്വയം എടുത്തെറിയുകയായിരുന്നു. ഇവിടെയാണ് ക്രിസ്തീയ ജീവിതം വ്യക്തതയുള്ളതായി മാറേണ്ടത്. നമുക്ക് ലഭിച്ച സാധ്യതകളും സാഹചര്യങ്ങളും പങ്കിട്ടുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് മൂല്യം കൈവരിപ്പാൻ നമുക്ക് കഴിയണം. അപ്പോൾ ഇത് പങ്കിടലിൻ്റെ ജീവിതമാണ്. കഴിഞ്ഞ നാളിൽ അങ്ങനെ ഒത്തിരി പേര് പങ്കിടലിൻ്റെ ക്രിസ്തീയ ജീവിതം കണ്ടെത്തുവാനായിട്ടിടയായി. പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ഏറ്റെടുത്തവർ, പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ വിവാഹം ഏറ്റെടുത്തവർ, പാവപ്പെട്ട വിധവയ്ക്ക് വീട് പണിത് കൊടുക്കാൻ തയ്യാറായവർ, അതുപോലെ തന്നെ യാതൊരു വരുമാന സ്രോതസ്സുമില്ലാത്ത കുടുംബങ്ങൾക്ക് വരുമാനത്തിന് മാർഗമുണ്ടാക്കി കൊടുത്തവർ, ഒരുപാട് നല്ല കാഴ്ചപ്പാടോടുകൂടി ആത്മീയ ശുശ്രൂഷയെ ഇതുപോലെ ആതുര ശുശ്രൂഷയും സാധുജന സംരക്ഷണവുമാക്കി മാറ്റിയവർ, തങ്ങളുടെ പ്രസംഗങ്ങളെ യാഥാർത്ഥ്യങ്ങളാക്കി മാറ്റിയവർ, അങ്ങനെ കുറച്ചാളുകളെങ്കിലും കഴിഞ്ഞ നാളിൽ സമൂഹത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ദർശനം നമ്മളും പ്രാപിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ഒക്കെ ചെയ്യണമെന്നാണ് ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് കർത്താവ് ഒടുവിൽ നമ്മളോട് പറയുന്നത്. നിങ്ങൾ ഓരോരുത്തരും എന്നെയാണ് പിന്തുടരുന്നതെങ്കിൽ നിങ്ങളിൽ ക്രിസ്തു വെളിപ്പെട്ട് വരട്ടെ. പാപിയെ സ്നേഹിച്ച, പാവങ്ങളെ സ്നേഹിച്ച, തകർന്നുപോയ ജീവിതങ്ങളെ പണിതെടുക്കാൻ അവരിലേക്ക് ഇറങ്ങിച്ചെന്ന, അവരോടൊപ്പം നിന്ന, അവരുടെ ജീവിതത്തെ പണിതെടുത്ത, ലോകത്തിന് മാതൃകയായി തീർന്ന ക്രിസ്തുവിനെ ധരിച്ച് നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കണം.
ഇപ്രകാരമുള്ള ആത്മീക ജീവിതത്തിൽ വലിയ വിജയം നേടുവാൻ നമുക്ക് ഭാഗ്യമുണ്ടാകട്ടെ. ഈ പരമ്പര നമ്മുടെ ജീവിതത്തെ നന്നായി പുനഃപരിശോധിച്ച് പുതുക്കി ക്രമപ്പെടുത്തുവാൻ എല്ലാവരെയും സഹായിക്കട്ടെ. എനിക്കും അതിന് ഭാഗ്യമുണ്ടാകട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളെ ഈ നാളുകളിൽ കേൾപ്പിച്ച വിലപ്പെട്ട സന്ദേശങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ക്രിസ്തീയ ജീവിതം നയിക്കേണ്ട വിധങ്ങളെക്കുറിച്ച്, ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് നീ ഞങ്ങളെ പ്രബോധിപ്പിക്കുകയായിരുന്നല്ലോ. വളരെ ഗഹനമായി ആഴമായി പല മേഖലകളിലൂടെ ഞങ്ങളോട് സംസാരിച്ചല്ലോ. ഈ കേട്ട സന്ദേശം ഞങ്ങളുടെ ജീവിതത്തിൽ സ്വാംശീകരിച്ച് അതിൻ പ്രകാരം ജീവിതത്തെ ചിട്ടപ്പെടുത്തി ദൈവമേ, സാക്ഷ്യമുള്ള ജീവിതം നയിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. പ്രത്യേകിച്ച് ഇന്ന് കേട്ടതുപോലെ ഷെയറിങ് നടത്തുവാൻ, പങ്കിടുവാൻ മനസ്സുള്ളവരായി ഞങ്ങളെ തീർക്കണം. ഞങ്ങൾക്കുള്ള സാധ്യതകൾ പങ്കിടാനുള്ളതാണ് എന്ന് ഞങ്ങളെ പഠിപ്പിച്ചതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. Maria.